ഈ ഹാർട്ട് അറ്റാക്കും കാർഡിയാക് അറസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എനിക്ക് തോന്നുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാവരും തന്നെ മെഡിക്കൽ ഫീൽഡിലൊന്നും അല്ലാത്ത മിക്കവാറും പേരും വിചാരിക്കുന്നത് ഹാർട്ട് അറ്റാക്കും കാർഡിയാക് അറസ്റ്റും ഒന്നാണെന്ന്. എന്നാൽ ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് അവസ്ഥകളാണ്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഹാർട്ടിലേക്കുള്ള രക്തഓട്ടം കുറഞ്ഞു പോയിട്ട് ഓക്സിജൻ സപ്ലൈ കുറഞ്ഞു പോയിട്ട് ഹാർട്ടിൻ്റെ പേശികൾക്ക് ഉണ്ടാകുന്ന ക്ഷതത്തിനെയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അത് രക്തക്കുഴലിൽ രക്തഓട്ടത്തിനെ ബാധിക്കുന്ന രോഗമാണ്. എന്നാൽ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത് ഹൃദയസ്തംഭനം. അത് ഹൃദയത്തിൻ്റെ രക്തക്കുഴലുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. ഹൃദയത്തിനകത്ത് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളുണ്ട്. ഹൃദയം പ്രവർത്തിക്കുന്നത് സ്വന്തമായിട്ട് ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് ആ ഇമ്പൾസ് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ വഴി മറ്റ് ഭാഗങ്ങളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു സിങ്ക്രണൈസേഷനിലാണ് ഹൃദയം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നത്. ഹൃദയം നിന്നു പോകുന്ന അവസ്ഥ, ഹൃദയം പൂർണ്ണമായിട്ട് നിന്നു പോകുന്ന അവസ്ഥയ്ക്കാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഹാർട്ട് അറ്റാക്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ രക്തക്കുഴലിൽ ഏതെങ്കിലും ഭാഗത്തേക്കുള്ള രക്തക്കുഴലിൽ ബ്ലോക്ക് വരികയും ആ ഭാഗത്തേക്കുള്ള രക്തഓട്ടം മാത്രം നിന്നു പോവുകയും ആ ഭാഗത്തെ പേശികൾ ചലിക്കാതാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക്. ഈ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഹൃദയം പ്രവർത്തിക്കും. ഹൃദയം ആ ഭാഗം ഒഴികെ, ആ അറ്റാക്ക് വന്ന ഭാഗം ഒഴികെ ബാക്കി ഭാഗങ്ങൾ പ്രവർത്തിക്കുകയും നമുക്ക് ബോധം ഉണ്ടായിരിക്കുകയും നമുക്ക് വേദന അനുഭവപ്പെടുകയും നമുക്ക് നടക്കാനും ഒക്കെ സാധിക്കുകയും ചെയ്യും. എന്നാൽ ഹൃദയസ്തംഭനം വന്നു കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ ബോധം നഷ്ടപ്പെടും. നമ്മൾ മരിച്ചതുപോലത്തെ ഒരവസ്ഥയിലേക്ക് പോകും. ആ സമയത്താണ് നമ്മൾ CPR കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. അതിൽ അലൻസിയർ നെഞ്ചുവേദന അഭിനയിച്ച് അയ്യോ എനിക്ക് നെഞ്ചുവേദന എന്ന് പറയും. അപ്പോൾ ഒരു പട്ടാളക്കാരനെ ഓടി വന്നിട്ട് ഹാർട്ട് അറ്റാക്കാണോ, എന്നാൽ CPR കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പിടിച്ച് കിടത്തി CPR കൊടുക്കുന്ന സീനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് CPR കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കൊടുക്കേണ്ടാത്തത് എന്ന് പഠിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ഈ മഹേഷിൻ്റെ പ്രതികാരത്തിലെ ആ സീനെന്ന് പറയുന്നത്. ആ സീനിൽ ശരിക്കും അലൻസിയർ അഭിനയിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ്. അയ്യോ എനിക്ക് വേദന വരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബോധത്തോടെ ഇരിക്കുന്നു. ഹാർട്ട് അറ്റാക്കിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക, അതിൻ്റെ ചികിത്സ കൊടുക്കുക. ബ്ലോക്ക് ആണെങ്കിൽ അതിൻ്റെതായ ചികിത്സ, അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഹൃദയസ്തംഭനത്തിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി CPR കൊടുക്കുക, ഹൃദയത്തിനെ അമർത്തി ഉള്ള ചികിത്സ അത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സംഗതികളാണ്. ഇപ്പോൾ ഹൃദയത്തെ നമ്മൾ ഒരു വീടിനോട് ഉപമിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വാട്ടർ പ്ലംബിംഗ് സിസ്റ്റം ഉണ്ട്, ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിൽ ഈ പ്ലംബിംഗ്